ഹലോ ഗായ്സ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് കോഴിക്കോട് ഫോർ അനദർ വെഡിങ് അല്ല കേട്ടോ, ഫോർ എ വെഡിങ്. നമുക്ക് വെഡിങ് വ്ലോഗ്സ് കാണാം, ഓൺ ദ വേ ട്രാവൽ വ്ലോഗ്സും കാണാം. എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ കോഴിക്കോട് പോകുന്നത്. അപ്പോൾ ഞങ്ങളൊരു 11 ഒക്കെ ആയപ്പോഴത്തേക്കും മൂവാറ്റുപുഴയിൽ നിന്ന് ഇറങ്ങി. എൻ്റെ കൂടെ എൻ്റെ ബ്രദറിൻ്റെ 2 ഫ്രണ്ട്, അതായത് കല്യാണ ചെറുക്കനും ഒരു ഫ്രണ്ടും പിന്നെ എൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഹായ് പറ, ഹായ് പറ. അല്ല, വീഡിയോ കല്യാണ ചെറുക്കനും ഹായ് പറഞ്ഞു. ഇത് ഞങ്ങളുടെ റിഫ്രഷ്മെന്റ് സ്റ്റോപ്പാണ്. ഇൻട്രൊഡ്യൂസിംഗ് ഫോർ ദി ആൾഡ്. എന്താ പറയാ വന്നേ? ഓക്കെ, ഇനി വരാൻ പോകുന്ന ഇൻഫ്ലുവൻസർ ആണ്. നിങ്ങള് ഫീസ് എടുത്ത് പരിചയപ്പെടുത്തുള്ളൂ. റിഫ്രഷ്മെന്റ് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ കോഴിക്കോട് സംഭവങ്ങളൊക്കെ ആയിട്ട് കാണാം. എന്താവോ എന്തോ, അവിടെ എത്തുമ്പോഴത്തേക്കും മടുത്തിട്ട് കിടന്നുറങ്ങിയിരിക്കും. സെറ്റാകാം. വൈകിട്ട് 4:30 കോഴിക്കോട് എത്തിയില്ല. രാവിലെ തുടങ്ങി പോവുക. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, നല്ല ട്രാഫിക്കും ബ്ലോക്കും. അവിടെ എത്തിയപ്പോൾ തന്നെ ഈവനിങ് 6 o'clock അടുത്തായി. അപ്പോഴത്തേക്കും ഞങ്ങൾ ടയേർഡായിരുന്നു, കുറേ ട്രാവൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഫുഡിനൊരു സ്റ്റോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡും കഴിച്ചാണ് ബാക്കി ട്രാവൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലിറ്ററലി മടുത്ത്. പിന്നെ നമുക്ക് ഒന്ന് ഫ്ലവർ ഷോപ്പിൽ പോകാനുണ്ടായിരുന്നു. ഫ്ലവർ ലൈക്ക് ബൊക്കെയും കാറിൽ വെക്കാനുള്ള ഫ്ലവറിനൊക്കെ ബുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊന്ന് വീണ്ടും സ്റ്റോപ്പ് ചെയ്തു. അത് കോഴിക്കോട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ചെക്കനും ഫ്രണ്ട്സും നിൽക്കുന്ന എയർബിഎൻബിയിലേട്ടാണ്. നിൽക്കാൻ പോകുന്ന എയർബിഎൻബിയിലേട്ടാണ്. ഇതാണ് ആ സ്ഥലം. ആൻഡ് ഇത് റിവർ സൈഡിലാണ്. സോ നമുക്ക് ആ വീടിൻ്റെ എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് റിവറിലേട്ടൊരു വ്യൂ ഉണ്ട്. പിന്നെ കുറേ അല്ലാത്ത എൻ്റർടൈൻമെൻറ്റ് പരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി നൈസ് സ്റ്റേ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്റ്റേയിൽ ഒരു എയർബിഎൻബി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർബിഎൻബിയിൽ എത്തിക്കഴിഞ്ഞു. ഇനിയൊന്ന് ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് എന്താ പരിപാടി? ഫ്രഷായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഫുഡ് കഴിച്ച് കിടന്നുറങ്ങണം. അതാണ് നമ്മുടെ പ്ലാൻ. ഇത് ചെറിയ ഗ്ലിംസ് കാണിച്ചു തരാം. എയർബിഎൻബിയുടെ ഫുൾ കാണിക്കാൻ വയ്യ, ഓൾറെഡി ടയർഡായി. ഇതാണ് ഞങ്ങളുടെ എയർബിഎൻബി. ഞങ്ങൾക്ക് ആക്ച്വലി നാളെ രാവിലെ നേരത്തെ എണീച്ചിട്ട് ഒരുങ്ങിയിട്ട് ചെറുക്കനും ഫ്രണ്ട്സും നിൽക്കുന്ന എയർബിഎൻബിയിലിട്ട് പോകണം. കുറച്ച് അലങ്കൂല പരിപാടികൾ ബാക്കിയുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള പകുതി മേക്കപ്പിൽ ഞങ്ങൾ കല്യാണ വണ്ടിയിൽ പോവുകയാണ് ഗൈസ്. ഇനി ബാക്കി ഒരു അവിടെ ചെന്നിട്ട് ശരിക്കും പകുതി മേക്കപ്പ് എന്ന് പറഞ്ഞ എന്തൊക്കെ പോയിരിക്കുന്നു. ഹായ് പറയൂ, അല്ലെ വേണ്ട, വണ്ടി പിടിച്ചോണ്ടെങ്കിൽ വേറെന്തെങ്കിലും പറയൂ. ഏതോ ഹരിതഭൂഷ്മൃതിക്കുള്ള സ്ഥലം. ശരിയാട്ടോ, പകലിന് ഭംഗിയുണ്ട് സ്ഥലത്ത്. ഞങ്ങൾ ആരുടെ കൂടെ പോണേന്ന് കാണിച്ചു തരാം. ഏയ് മണവാളൻ, ഹായ് പറയൂ. അതെ, ടീം ഗ്രൂ. ഒന്നും പറയില്ലേ, എന്തെങ്കിലും പറയും. നിങ്ങൾക്കിപ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത്? പാവട പ്രിപ്പയർഡ് ആണോ എല്ലാം? അധികാരം തെറ്റിക്കപ്പെട്ട സുൽത്താൻ എന്നവരെ അദ്ദേഹത്തിൻ്റെ അബ്ദുൽ അസീസ് വകാലത്തൻ അൻപു ഈ മക്കൾ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ് ഉണ്ട് ഗൈസ്. ഇൻട്രസ്റ്റിംഗ് സാധനമുണ്ട്. ഇവിടെ നിൽക്കാൻ കഴിഞ്ഞപ്പോൾ അവര് ഡേറ്റ്സും ആൽമണ്ടും പിസ്റ്റയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ട്രെയിലിട്ടിട്ട് എല്ലാവർക്കും കൊണ്ട് തുടങ്ങും. ഞാൻ ആദ്യമായിട്ടാണ്. അതെ, ഞാനും ആദ്യമായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടത്? കമന്റ് ബില്ലോ.
അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് ബ്രൈഡ് എൻട്രിക്കുള്ള പ്രിപ്പറേഷനാണ്. അത് നമുക്ക് കാണാം. പ്രേക്ഷകരെ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഔട്ട്ഫിറ്റ് ബാക്കിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കണ്ടോ, അതാ നടക്കുള്ളൂ. അതാ നടക്കുള്ളൂ. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു ഗൈസ്. അവർ ഒപ്പിട്ടു, ഒഫീഷ്യലായി ഗൈസ്. ഗൈസ് അപ്പോൾ കല്യാണം കഴിഞ്ഞു ഗൈസ്. കല്യാണം കഴിഞ്ഞിട്ട് ചത്ത് വേർത്ത് മടുത്ത് ടയർഡായിട്ട് ഇപ്പം ഞങ്ങളിത് റൂമിൽ വന്ന് ചേഞ്ചൊക്കെ ചെയ്ത് റെസ്റ്റിംഗ് ആണ്. കുറച്ച് റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തു പോകാനുള്ള പ്ലാൻ ഉണ്ട് നമുക്ക്. എന്താവുമെന്ന് അറിയില്ല. ഇപ്പം എന്തായാലും റെസ്റ്റിംഗ്. ഇത് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എന്താണെന്ന് അറിയില്ല. ഉള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. അത്ര തന്നെ അല്ല ലീന? ഞാൻ എനിക്കെന്താ പറയുള്ളത്? പറയൂ, കല്യാണത്തിനെ പറ്റി പറയൂ. ടയേർഡായി പോയി കുറച്ച്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു എന്താ നല്ല ഫുഡായിരുന്നു കേട്ടോ. മറ്റേ കോഴിക്കോട് കല്യാണം തോന്നുന്നു നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ പരിപാടിയൊക്കെ ഒരു ലൈക്ക് പരിപാടിയായിട്ടാണ് തോന്നിയത്. ഒരു ഭയങ്കര പരിപാടികളൊന്നുമില്ല. യെസ്, നിക്കാഹ് മാത്രം അതിൻ്റെതായ ചെറിയ ഇവന്റ് മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സും മാറി ബാഗും പാക്ക് ചെയ്തിട്ട് കല്യാണ ചെക്കിനെയും കല്യാണ പെണ്ണിനെയും വേണ്ടി വരവേൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചുള്ള യാത്ര തുടരാൻ. തിരിച്ചുള്ള യാത്രയല്ല, ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞിട്ടുള്ള യാത്ര തുടരാൻ. അങ്ങനെ ഞങ്ങൾ SM സ്ട്രീറ്റിലെത്തിപ്പെട്ടു. അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഒരു 2 മണിക്കൂറധികം അവിടെ സ്പെൻഡ് ചെയ്തു. എനിക്ക് എന്താണ് പറയാനുള്ളത്? കുറച്ച് നമ്മൾ മേക്കപ്പ് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് കറക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഞങ്ങൾ മടുത്തു. ഞങ്ങൾ ബീച്ചിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ബീച്ചിൽ പോയാൽ ദാറ്റ് ഈസ് അവർ മീനിങ്. വി ആർ ടയേർഡ്. ഇത്രയും ക്രൗഡൊന്നും എനിക്ക് പറ്റില്ല. പറയാനില്ല. അതെ. ഇത് കഴിഞ്ഞ് ബീച്ചിലും കൂടെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 10-10:30 തിരിച്ച് കോഴിക്കോട് നിന്ന്. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഞങ്ങൾ രണ്ടുപേരും ചാനൽ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.